Hello everyone, welcome to CodeCoders Malayalam YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മറ്റൊരു പാറ്റേൺ കൂടി നോക്കാൻ പോവാണ്. സ്റ്റാർ പാറ്റേണിൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോൾ അത് എന്താണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ആ ഒരു പാറ്റേൺ. ഓക്കെ, സ്റ്റാർ പാറ്റേൺ ഫസ്റ്റ് ലൈനിൽ എത്രയാണ്? 2 സ്റ്റാർ വരുന്നു. അതുപോലെ സെക്കൻഡ് ലൈനിൽ ഒരു സ്റ്റാർ, അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർസ്കോർ, വീണ്ടും ഒരു സ്റ്റാർ, അണ്ടർസ്കോർ, അതിലും എന്ത് തന്നെയാണ്? 2 സ്റ്റാർ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ലൈൻ അതായത് നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് ആവുന്നത് എപ്പോഴാണ്? 4 സ്റ്റാർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ എന്തായിട്ട് വരുന്നുണ്ട്? 4 സ്റ്റാറിൻ്റെ ഇടയിലായിട്ട് അണ്ടർസ്കോർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഐ എന്ന് പറയുന്ന ലൂപ്പ് എന്താണ്? ആകെ 4 പ്രാവശ്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് വേണം നമുക്ക്? ആ ഓരോ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോഴും 2 സ്റ്റാർ, 4 സ്റ്റാർ, 6 സ്റ്റാർ, 8 സ്റ്റാർ എന്നിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഐൻ്റെ വാല്യൂനോട് എന്ത് ചെയ്യാണ്? 2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ഒരു ഇൻക്രിമെൻ്റ് ആയിട്ടുള്ള ഡബിൾ വാല്യൂ കിട്ടുന്നതാണ്. ഓക്കെ, സെയിം ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർ പാറ്റേൺ ആണ് റിപ്പീറ്റ് ആയിട്ട് നെക്സ്റ്റ് അതിൻ്റെ താഴെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കോഡിൽ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോണേ? ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം അതിനുവേണ്ടി ഞാനിത് ക്ലിയർ ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ആദ്യം വേരിയബിൾസ് ഒന്ന് ഡിക്ലെയർ ചെയ്യാം. ഐ എന്ന് പറയുന്നത് അതുപോലെ ജെ എന്ന് പറയുന്ന 2 വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പിൽ നമ്മുടെ മെയിൻ ഫോർ ലൂപ്പാണ്. അത് ഞാൻ എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? ഐ എന്ന് പറയുന്ന വേരിയബിൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരെയാണ് എനിക്ക് വേണ്ടത്? 4 എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, 4 വരെയാണ് പോകുന്നത്. നെക്സ്റ്റ് ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഇപ്പോൾ മെയിൻ ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നത് 4 വരെ. നെക്സ്റ്റ് ഇന്നർ ഫോർ ലൂപ്പ് ഏത് വരെയാണ് വരുന്നത്? ഇന്നർ ഫോർ ലൂപ്പ് ഞാൻ ജെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ജെ 1ൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് വരെയാണ് എനിക്ക് വേണ്ടത്? ഓക്കെ, ഈ ജെ എന്ന് പറയുന്ന ലൂപ്പാണ് എനിക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയുള്ളത്. ഓൾറെഡി നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇന്നർ ലൂപ്പിനെയാണ് എന്ത് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്? സ്റ്റാറൊക്കെ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജെ ഏത് വരെ പ്രിൻ്റ് ചെയ്യിക്കണം? ഇവിടെയാണ് നമുക്ക് മാറ്റം വരുത്താനുള്ളത്. അതുപോലെ 2, 4, 6, 8 എങ്ങനെ വരാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഇൻറ്റു എന്ത് കൊടുത്താൽ മതി? ഐ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, 2 ഇൻറ്റു ഐ എന്ന് കൊടുക്കുമ്പോൾ ഐൻ്റെ വാല്യൂനോട് എന്ത് ചെയ്യുക? ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് അതിനെ ഡബിൾ ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും പ്രിൻ്റ് ആകുന്നത്. ഓക്കെ, ഇനി ജെ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്? പ്രിൻ്റ് എഫിൽ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർ പാറ്റേൺ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ പ്രിൻ്റ് എഫിൻ്റെ താഴെ, ഈ ഫോർ ലൂപ്പിന് താഴെ ഞാൻ എന്ത് ചെയ്യാൻ പോകണേ? പ്രിൻ്റ് എഫിൽ /n എന്ന് കൂടി കൊടുക്കുന്നു. ഇത് നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ത്? 2 സ്റ്റാർ, പിന്നെ അത് കഴിഞ്ഞ 4 സ്റ്റാർ, 6, പിന്നെ 8 സ്റ്റാർ. പക്ഷെ നമുക്ക് എന്ത് വേണം? ഈ 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്ത് വേണം? വീണ്ടും ഒരു 2 സ്റ്റാർ വേണം. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്ത് കൂടി വേണം? അണ്ടർസ്കോർ കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കാൻ പോകണേ? ഈ മുകളിലുള്ള ഫോർ ലൂപ്പ് അതുപോലെ അതിൻ്റെ /n കണ്ടോ? ഈ ഇന്നർ ലൂപ്പ് രണ്ടും ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമുക്ക് സ്റ്റാർ അല്ല വേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാറും വേണം, അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം? അണ്ടർസ്കോർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് നെക്സ്റ്റ് ആയിട്ട് പ്രിൻ്റ് എഫിൽ എന്ത് കൊടുക്കുന്നു? അണ്ടർസ്കോർ കൂടി ഞാനിവിടെ പ്രിൻ്റ് ചെയ്യിക്കാൻ ജസ്റ്റ് ഒരു സ്പേസ് കൂടി കൊടുക്കുന്നു. എന്നിട്ട് കോമേഡ് സെമികോളൻ. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത്രയും സിമ്പിളാണ് ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കാൻ. ജസ്റ്റ് നോക്കൂ, ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ എങ്ങനെയാണ് ലോജിക്ക് വെച്ചിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു? അതിൻ്റെ ഇടയിൽ അണ്ടർസ്കോർ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള പാറ്റേൺ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.